Good afternoon. നമ്മൾ നോക്കുന്നത് സെറ്റിംഗ് ഔട്ട് ഓഫ് എ സിമ്പിൾ സർക്കുലർ കർവ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്താണ് കർവ്സ് നോക്കിയായിരുന്നു, ടൈപ്സ് ഓഫ് കർവ്സ് നോക്കിയായിരുന്നു, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് കർവ്സിന്റെ എലമെന്റ്സ് എന്താണെന്ന് നോക്കിയായിരുന്നു അല്ലേ. ഇപ്പൊ നോക്കുന്നത് സെറ്റിംഗ് ഔട്ട് ഓഫ് എ സിമ്പിൾ സർക്കുലർ കർവ്. ഒരു സർക്കുലർ കർവ് എങ്ങനെയാണ് ഫീൽഡിൽ സെറ്റ് ഔട്ട് ചെയ്യുന്നത്, ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സെമ്മിൽ നിങ്ങൾ പ്ലാൻ എങ്ങനെയാണ് സെറ്റ് ഔട്ട് ചെയ്യുന്നതെന്ന് പഠിച്ചായിരുന്നു അല്ലേ. സെറ്റിംഗ് ഔട്ട് ഓഫ് എ പ്ലാൻ എന്ന് പറഞ്ഞ് പഠിച്ചായിരുന്നു. ഇവിടെ നമ്മൾ നോക്കുന്നത് സിമ്പിൾ സർക്കുലർ കർവ് നോക്കാം. സെറ്റിംഗ് ഔട്ട് ഓഫ് എ കർവ് മീൻസ് ലൊക്കേറ്റിംഗ് വേരിയസ് പോയിന്റ്സ് അറ്റ് ഈക്വൽ ആൻഡ് കൺവീനിയന്റ് ഡിസ്റ്റൻസ് അലോങ് ദ ലെങ്ത് ഓഫ് എ കർവ്. ഓക്കെ, അപ്പൊ സെറ്റിംഗ് ഔട്ട് ഓഫ് എ കർവ് എന്ന് പറഞ്ഞാൽ കർവിൽ വരുന്ന പോയിന്റ്സ്, ഈക്വൽ ആൻഡ് കൺവീനിയന്റ് ഡിസ്റ്റൻസിൽ വരുന്ന പോയിന്റ്സ് ഫീൽഡിൽ ലൊക്കേറ്റ് ചെയ്യുന്നതാണ് സെറ്റിംഗ് ഔട്ട് ഓഫ് എ കർവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് കർവിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് നമ്മൾ ഫീൽഡിൽ ലൊക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ പോയിന്റ്സ് എല്ലാം കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ കർവ് അവിടെ കിട്ടുന്നതാണ്. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു സക്സസീവ് പോയിന്റ്സ് ഈസ് കോൾഡ് പെഗ് ഇന്റർവെൽ. ഓക്കെ, അടുത്തടുത്ത് വരുന്ന ഇങ്ങനെയുള്ള പോയിന്റ്സിന്റെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതിനുള്ള ആ ഒരു ഡിഫറൻസ് ആണ്, ഡിസ്റ്റൻസിനെയാണ് പെഗ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതൊരു കർവ് ആണ് അല്ലെ, ആർക്ക് ലെങ്ത് ആണ്. അപ്പൊ ആർക്ക് ലെങ്ത് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് എന്താണ്, ടഫാണ് അല്ലെ, അതായത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇങ്ങനെ വളച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്, കോഡ് ലെങ്ത് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, പെഗ് ഇന്റർവൽ ആയിട്ട് നമ്മൾ എടുക്കുന്നത് കോഡ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് മെത്തേഡ്സ് ഉണ്ട്, ലീനിയർ മെത്തേഡ്സ് ഉണ്ട്, ആംഗുലർ മെത്തേഡ്സ്. ഓക്കെ, ഇൻ ലീനിയർ മെത്തേഡ്സ് ഓൺലി എ ചെയിൻ ഓർ ടേപ്പ് ഈസ് യൂസ്. ഓക്കെ, നോ ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്. ലീനിയർ മെത്തേഡ്സിൽ അത് കേൾക്കുന്ന പോലെ എന്താണ്, നമുക്കറിയാം ലീനിയർ മെഷർമെന്റ്സ് മാത്രമേ അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ, ചെയിനും ടേപ്പും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ആംഗുലർ മെഷർമെന്റ്സ് ഒന്നും അവിടെ എടുക്കുന്നില്ല. സെക്കൻഡ് വൺ ആംഗുലർ മെത്തേഡ്. ഓക്കെ, ആംഗുലർ മെത്തേഡ്സിൽ അപ്പോൾ എന്തായിരിക്കും, ആംഗിൾസ് മെഷർ ചെയ്യുന്നുണ്ട്, ആംഗുലർ മെഷർമെന്റ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ തിയോഡലൈറ്റ് പോലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ ചെയിൻ ഓർ ടേപ്പ് യൂസ് ചെയ്യാം, യൂസ് ചെയ്യാതിരിക്കാം. ഓക്കെ, വിത്തൗട്ട് ചെയിൻ ഓർ ടേപ്പ് ആണ് നമ്മൾ എന്താണ് ആംഗുലർ മെത്തേഡ്സ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് മെത്തേഡ്സ് കമ്പയർ ചെയ്താൽ, ലീനിയർ മെത്തേഡ്സും ആംഗുലർ മെത്തേഡ്സും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആംഗുലർ മെത്തേഡ്സ് ആണ് ആക്യുറേറ്റ് ആയിട്ടുള്ള സെറ്റ് ഔട്ട് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മെത്തേഡ്സ് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സിലബസിൽ ലീനിയർ മെത്തേഡ്സ് പറയുന്നില്ല, ആംഗുലർ മെത്തേഡ്സ് മാത്രമേ പറയുന്നുള്ളൂ. സോ നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ആംഗുലർ മെത്തേഡ്സ് ആണ്. മെയിനായിട്ട് 3 ടൈപ്പ് ആംഗുലർ മെത്തേഡ്സ് ആണ് വരുന്നത്. റാങ്കിൻസ് മെത്തേഡ് ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ or one theodolite method, second two theodolite method, third tachyometric method. Okay, the first one നോക്കാം. Rankins method of deflection angle or one theodolite method. This method is used for setting out a circular curve of long length and of large radius. അതായത് ലാർജ് റേഡിയസും ലോങ് ലെങ്തും വരുന്ന സർക്കുലർ കർവ്സ് സെറ്റ് ഔട്ട് ചെയ്യുന്നതിനാണ് റാങ്കിൻസ് മെത്തേഡ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ആക്യുറേറ്റ് മെത്തേഡ് ആയതുകൊണ്ട്, അതായത് മറ്റു മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള സെറ്റ് ഔട്ട് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ എന്താണ്, ഹൈവേസിലും റെയിൽവേസിലും എല്ലാം ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി പറയുന്നത് ഇതിന്റെ പ്രിൻസിപ്പിൾ ആണ്, അതായത് എന്തിന്റെ ബേസിലാണ്, എന്ത് പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് റാങ്കിൻസ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നത് ഡിഫ്ലക്ഷൻ ആംഗിൾ, സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്ന രണ്ട് ടേംസ് വരുന്നു. നോക്കാം, അതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. നോക്കാം. എ ഡിഫ്ലക്ഷൻ ആംഗിൾ ടു എനി പോയിന്റ് ഓൺ ദ കർവ് ഈസ് ദ ആംഗിൾ അറ്റ് പി സി. പി സി എന്താണ്, പോയിന്റ് ഓഫ് കർവ്, പോയിന്റ് ഓഫ് കർവ്, പോയിന്റ് ഓഫ് ടാൻജൻസി, അതെല്ലാം പഠിച്ചതാണ്, അതെല്ലാം ഓർത്തിരിക്കണം. ഓക്കെ, എ ഡിഫ്ലക്ഷൻ ആംഗിൾ ടു എനി പോയിന്റ് ഓൺ ദ കർവ് ഈസ് ദ ആംഗിൾ അറ്റ് പി സി between the tangent and the chord from PC to that point. ഓക്കെ, ഫിഗറിൽ നോക്കി പറയാം. അതായത് T1 എന്ന് പറയുന്ന പോയിന്റ് ആണ് പി സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിന്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ
ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ഫ്രം T1. അതായത് T1ൽ നിന്നുള്ള ടാൻജന്റ് അതാണ് ഈ കാണിച്ചേക്കുന്നത്. T1I എന്ന് പറയുന്നത് T1ൽ കൂടെ പോകുന്ന ടാൻജന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് T1ൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള കോഡ് അതേതാണ്? T1A. ഓക്കെ, അപ്പോൾ T1A ആണ് കോഡ്, T1I ടാൻജന്റ്. അപ്പോൾ ഈ രണ്ട് ലൈൻസിനും ഇൻ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ ആണ് എന്ത്? ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിന്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ടാൻജന്റും ആ പോയിന്റിലേക്കുള്ള കോഡിനും ഇൻ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ ആണ്. ഓക്കെ, രണ്ട് ലൈൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് PC പോയിന്റ് ഓഫ് കർവിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ആംഗിളിനെ ഡിനോട്ട് ചെയ്യുന്നത് Δ1, സ്മോൾ Δ1. ഓക്കെ, ഇതുപോലെ തന്നെ ഓരോ പോയിന്റ്സിന്റെയും ഡിഫ്ലക്ഷൻ ആംഗിൾസ് കണ്ടുപിടിക്കും. നെക്സ്റ്റ് പോയിന്റ് ഏതാണ്? ബി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിഫ്ലക്ഷൻ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്ന ഏതാണ്? എ എന്ന് പറയുന്ന പോയിന്റ് അല്ലെ. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വരുന്ന ടാൻജന്റും ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്ന കോഡും ആ രണ്ട് ലൈൻസിന് ഇൻ ബിറ്റ്വീൻ വരുന്നതാണ് Δ2. നെക്സ്റ്റ് Δ3 എന്ന് പറഞ്ഞാൽ സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്ന കോഡും ബിയിൽ നിന്നുണ്ടാവുന്ന ടാൻജന്റ് ഇതായിരിക്കും Δ3. ഓക്കെ, അപ്പൊ ഇതേ ആംഗിൾസ് തന്നെയായിരിക്കും നമുക്ക് എന്ത് ഇവിടെ നിന്ന് കിട്ടുന്നത്. അതായത് T1 to A ആൻഡ് T1B ഇൻ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ Δ2 ആയിരിക്കും. T1B ആൻഡ് T1C എന്ന് പറയുന്ന ലൈൻസിന് ഇൻ ബിറ്റ്വീൻ വരുന്ന ആംഗിളും Δ3 തന്നെ ആയിരിക്കും. ഓക്കെ, യൂസിങ് പ്രോപ്പർട്ടി ഓഫ് സർക്കിൾ. ഓക്കെ, നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്? റാങ്കിൻസ് മെത്തേഡിൽ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതെന്ന് നോക്കാം. ഏതാണ്? The deflection angle is equal to half the angle subtended by the arc at the center. ഓക്കെ, അതായത് ഒരു ആർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ആർക്ക് സെൻട്രൽ ഫോം ചെയ്യുന്ന ആംഗിൾ ഏതാണ്? ഇപ്പൊ നമുക്ക് ഫിഗർ നോക്കാം. T1A എന്ന് പറയുന്ന ആർക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, T1A എന്ന് പറയുന്ന ആർക്ക് കൺസിഡർ ചെയ്താൽ അത് സെൻട്രൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 2Δ1. സെൻട്രൽ ആംഗിൾ ആണ് 2Δ1. ഓക്കെ, അപ്പോ ഈ 2Δ1ന്റെ പകുതിയായിരിക്കും അവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 2Δ1ന്റെ പകുതിയായിരിക്കും അവിടുത്തെ ഡിഫ്ലക്ഷൻ ആംഗിൾ, ദാറ്റ് ഈസ് Δ1. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ AB എന്ന് പറയുന്ന കർവ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെൻട്രൽ ആംഗിൾ 2Δ2 ആണ്. അതിന്റെ പകുതിയായിരിക്കും ഇവിടുത്തെ ഡിഫ്ലക്ഷൻ ആംഗിൾ. ഓക്കെ, 2Δ3 എന്ന് പറയുന്നതാണ് ബിക്കും സിക്കും BC എന്ന് പറയുന്ന ആർക്ക് ലെങ്തിന് ഇൻ ബിറ്റ്വീൻ വരുന്ന സെൻട്രൽ ആംഗിൾ. സോ അവിടെ വരുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ 2Δ3/2 ആയിരിക്കും, ദാറ്റ് ഈസ് Δ3 ആയിരിക്കും. ഓക്കെ, സെൻട്രൽ ആംഗിളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫ്ലക്ഷൻ ആംഗിൾ കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ, റാങ്കിൻസ് മെത്തേഡിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫിഗേഴ്സിൽ എന്തൊക്കെയാണ് ഈ തന്നിരിക്കുന്ന ഫിഗറിൽ എന്തൊക്കെയാണ് നമുക്കറിയാം. T1 PC പോയിന്റ് ഓഫ് കർവ്, ABC എന്ന് പറയുന്നത് ആ ഒരു വലിയൊരു കർവിന്റെ വരുന്ന പോയിന്റ്സ് ആണ് ABC. അപ്പോൾ ഈ പോയിന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ABC എന്ന് പറയുന്ന പോയിന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫീൽഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നു. ഓക്കെ, Δ1, Δ2, Δ3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഡിഫ്ലക്ഷൻ ആംഗിൾസ് ആണ്. ക്യാപിറ്റൽ Δ1, Δ2, Δ3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾസ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ Δ1 എന്ന് പറഞ്ഞാൽ സ്മോൾ Δ1 തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് വൺ ക്യാപിറ്റൽ Δ2 ഈസ് ഈക്വൽ ടു എന്താണ്? സ്മോൾ Δ1 പ്ലസ് Δ2. ഓക്കെ, ക്യാപിറ്റൽ Δ3 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ Δ1 പ്ലസ് Δ2 പ്ലസ് Δ3. ഓക്കെ, അതായത് 3 ഡിഫ്ലക്ഷൻ ആംഗിൾസ് കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ക്യാപിറ്റൽ Δ3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ടേംസ് ആണ് ഫിഗറിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അതായത് സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും അവിടുത്തെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് Δ1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? Δ1 ഈസ് ഈക്വൽ ടു C1/2R റേഡിയൻസ് എന്ന് കിട്ടും. C1/2R റേഡിയൻസ്. ആ C1 എന്ന് പറഞ്ഞാൽ T1A ആണ്. ഓക്കെ, T1A എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് നോക്കാം.
T1A. ഓക്കെ, T1A എന്ന് പറഞ്ഞാൽ കോഡ് ലെങ്ത് ആണ്. നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്തേക്കുന്ന ആർക്ക്. ഈ T1A എന്ന് പറയുന്ന ആർക്കിന്റെ കോഡ് ലെങ്ത് ആണ് T1A. അതിന് നമ്മൾ C1 എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത AB വരാൻ നേരത്ത് അവിടെ C2 ആകും, BC എന്ന് പറയുമ്പോൾ എന്താവും, C3 ആകും. ഓക്കെ, അപ്പൊ C1/2R ചെയ്യുമ്പോൾ റേഡിയൻസ്, C1/2R റേഡിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് Δ1 കിട്ടും. ഓക്കെ, റേഡിയൻസിലാണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഈ റേഡിയൻസിന് നമ്മൾ മിനിറ്റ് അപ്പോൾ ഡിഗ്രീസിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. Δ1 ഈസ് ഈക്വൽ ടു 1718.9 C1/R മിനിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ Δ1നെ മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 1718.9 C1R. ഓക്കെ, ഇതുപോലെ നമുക്ക് ഓരോ ആർക്കിന്റെയും എന്താണ് ഡിഫ്ലക്ഷൻ ആംഗിൾസ് കണ്ടുപിടിക്കാം. അപ്പൊ അതുപോലെ എന്ത് ആർക്കാണെങ്കിൽ Δn ഈസ് ഈക്വൽ ടു 1719 C1/R എന്ന് പറയാം. ഓക്കെ, Δn എന്ന് പറഞ്ഞാൽ എന്താണ്, Δn എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ്. അപ്പോൾ Δn എന്ന് പറഞ്ഞാൽ n നമ്പർ ഓഫ് ആർക്സ് വരികയാണ്. സോ Δn ഈസ് ഈക്വൽ ടു Δ1 പ്ലസ് Δ2 പ്ലസ് Δ3 എക്സെട്ര പ്ലസ് Δn. ഓക്കെ, അപ്പൊ ഇത്രയും ടേംസ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ഈ ടേംസ് എല്ലാം നമുക്ക് അറിയാമേ അല്ലെ, ഇതെല്ലാം നമുക്ക് അറിയാം. പക്ഷെ നമുക്ക് എന്താണ് ഇനി ചെയ്യുന്നത്, ഇതിന്റെ ഹെൽപ്പോട് കൂടി സൈറ്റില് ഫീൽഡില് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ആ മെത്തേഡാണ് ഇനി പറയുന്നത്, ഫീൽഡ് പ്രൊസീജിയർ. ഓക്കെ, സെയിം ഫിഗർ ആണ്, ഈ ഫിഗറിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ ചെയ്യുന്നത് T1 അതായത് PC, T2 ഓപ്പോസിറ്റ് വരുന്നുണ്ട് T2, T1 T2I 3 പോയിന്റ്സും ലൊക്കേറ്റ് ചെയ്യുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ്, സെറ്റപ്പ് ദ തിയോഡലൈറ്റ് എക്സാക്ട്ലി അറ്റ് T1 ആൻഡ് മേക്ക് ഇറ്റ്സ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, T1 എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ് തിയോഡലൈറ്റ് സെറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്, T1 എന്ന് പറയുന്ന പോയിന്റിൽ തിയോഡലൈറ്റ് സെറ്റ് ചെയ്തിട്ട് I എന്ന് പറയുന്ന പോയിന്റ്, ഓക്കെ, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, I എന്ന് പറയുന്ന പോയിന്റിലേക്ക് സൈറ്റ് ചെയ്ത് 0 സെറ്റ് ചെയ്യുക. T1ൽ നിന്ന് തിയോഡലൈറ്റ് വെച്ചു ഐയിലേക്ക് നോക്കി 0 സെറ്റ് ചെയ്യും. ഇനി നമ്മൾ നോക്കുന്നത്, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് A എന്ന് പറയുന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ പോവാം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് തിയോഡലൈറ്റില് Δ1 ആംഗിൾ എടുക്കുകയാണ്. ഓക്കെ, ക്യാപിറ്റൽ Δ1. ഈ കേസിൽ ഫസ്റ്റ് കേസിൽ സ്മോൾ Δ1ഉം ക്യാപിറ്റൽ Δ1ഉം ഈക്വൽ ആണ്. അപ്പോൾ ക്യാപിറ്റൽ Δ1 നമ്മൾ എന്താണ് തിയോഡലൈറ്റിൽ മെഷർ ചെയ്യാണ്. അപ്പോൾ ക്യാപിറ്റൽ Δ1 ആംഗിൾ എന്താണ് റൊട്ടേറ്റ് ചെയ്യും, നമ്മുടെ ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഒരു ലൈൻ ഓഫ് ആക്ഷൻ കിട്ടി അല്ലെ, അതായത് A എന്ന് പറയുന്ന പോയിന്റ് വരുന്ന ഈ ഒരു ലൈൻ ഓഫ് ആക്ഷൻ നമുക്ക് കിട്ടി. Δ1 മാറി ഇപ്പോൾ ടെലിസ്കോപ്പ് ഇരിക്കുക. അപ്പൊ നമുക്ക് ഇനി A എന്ന് പറയുന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണം. അപ്പൊ അതെന്ത് ചെയ്യും, അതിന് നമ്മൾ ചെയ്യുന്നത് T1ൽ നിന്ന് ഒരു ടേപ്പ് യൂസ് ചെയ്തിട്ട് A എന്ന് പറയുന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്യും. ഓക്കെ, അതായത് T1 to A എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്കറിയാം, അതാണ് C1. ഓക്കെ, ആ ഡിസ്റ്റൻസ് നമുക്കറിയാം. സോ Δ1 എന്ന് പറയുന്ന ആംഗിളും ഓരോ ആർക്കിന്റെ കോഡ് ലെങ്തും നമുക്ക് അറിയാമെങ്കിൽ ഇതുപോലെ എല്ലാ പോയിന്റും കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, T1 എന്ന് പറയുന്ന പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് ആ ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഡയറക്ഷനിൽ എവിടെയാണ് A എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് A എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് B എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, തിയോഡലൈറ്റ് മാറ്റുന്നില്ല, T1ൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ T1ൽ നിന്ന് നമ്മൾ നോക്കുന്നത് Δ2, ക്യാപിറ്റൽ Δ2 എന്ന് പറയുന്ന ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് B എന്ന് പറയുന്ന പോയിന്റ് വരുന്ന ഒരു ഡയറക്ഷൻ കിട്ടും. ഓക്കെ, ഈ ഒരു ലൈൻ ഓഫ് സൈറ്റ്. അപ്പൊ ഈ ഒരു ഡയറക്ഷനിൽ എവിടെയാണ് B എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന എന്താണ്, കോഡ് ലെങ്ത് ആണ് C2. C2 എന്ന് പറഞ്ഞാൽ A മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ്, AB ഡിസ്റ്റൻസ് നമുക്കറിയാം. ഓക്കെ, അപ്പൊ AB ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, Aയിൽ എന്ത് ചെയ്യും, ടേപ്പ് വെച്ചിട്ട് ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. അപ്പൊ എവിടെയാണോ ആ ഒരു ലൈൻ ഓഫ് സൈറ്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നത്. ഓക്കെ, ലൈൻ ഓഫ് സൈറ്റ് നമുക്കുണ്ട്, അതായത് തിയോഡലൈറ്റ് Δ2 ആംഗിൾ വെച്ചിട്ട് നമുക്ക് ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഡയറക്ഷനിൽ എവിടെയാണോ എയിൽ നിന്ന് ടേപ്പ് എടുക്കാൻ നേരത്ത്, ടേപ്പ് ആ ഒരു ലെങ്ത് എടുക്കാൻ നേരത്ത് ഇന്റർസെക്ട് ചെയ്യുന്നത്, ആ പോയിന്റിൽ നമുക്ക് എന്ത് കിട്ടും, B എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഓക്കെ, ഇതേപോലെ C എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. Δ3 ആംഗിൾ എടുക്കുന്നു. ഓക്കെ,
Δ3 ആംഗിൾ എടുക്കുമ്പോൾ നമുക്കൊരു ലൈൻ ഓഫ് ഡയറക്ഷൻ കിട്ടുന്നു. പിന്നെ ബിയിൽ നിന്ന് സിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ടേപ്പ് യൂസ് ചെയ്ത് C3 എന്ന് പറയുന്ന ആംഗിൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഇവിടെ ആംഗുലർ മെഷർമെന്റ്സ് കൊടുക്കുന്നുണ്ട്, സെയിം സിമിലർ അതിന്റെ കൂടെ തന്നെ ലീനിയർ മെഷർമെന്റ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് റാങ്കിൻസ് മെത്തേഡിൽ ഒരു കർവ് പ്ലോട്ട് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കർവ് ഫീൽഡിൽ സെറ്റ് ഔട്ട് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു തിയോഡറൈറ്റ് മെത്തേഡ്. ഓക്കെ, this method is most convenient when the ground is undulating, rough and not suitable for linear measurements. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ആദ്യത്തെ മെത്തേഡില് ആംഗിളും എടുക്കുന്നുണ്ട്, ലീനിയർ മെഷർമെന്റ്സും എടുക്കുന്നുണ്ട് അല്ലെ. ഈ അൺഡുലേറ്റിംഗ് അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ഒരു ടേപ്പോ ചെയിനോ ഒന്നും യൂസ് ചെയ്തിട്ട് ലീനിയർ മെഷർമെന്റ്സ് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ എന്താണ് കൺവീനിയന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടു തിയോഡറൈറ്റ് മെത്തേഡാണ്. അതായത് ഇവിടെ എന്താണ് ആംഗുലർ മെഷർമെന്റ്സ് ഒന്നും എടുക്കുന്നില്ല, രണ്ട് തിയോഡറൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ലീനിയർ മെഷർമെന്റ്സും എന്താണ് അവോയ്ഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടു തിയോഡറൈറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇത് എന്തിന്റെ ബേസിലാണ് ടു തിയോഡറൈറ്റ് മെത്തേഡ് ഏത് പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. എന്താണ്, ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ആൻഡ് ദ കോഡ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ സബ്ടെൻഡഡ് by the chord in the opposite segment. എന്താ പറയുന്നത്, ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ആൻഡ് കോഡ്. ഓക്കെ, അതായത് ടാൻജന്റിനും കോഡിനും ഇൻ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദ കോഡ് ഇൻ ദ ഓപ്പോസിറ്റ് സെഗ്മെന്റ്. നോക്കാം, ഫിഗർ നോക്കാം. എന്താണ് ഫിഗർ നോക്കുമ്പോൾ എന്താണ് അവർ പറയുന്നത്, ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് കോഡ്. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാം. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിന്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ് Δ1 അല്ലെ. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ Δ1 എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ വരുന്ന ടാൻജന്റും അവിടുത്തെ കോഡിനും ഇൻ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ ആണ്. അപ്പൊ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഉള്ള, അതായത് T2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള കോഡും ആ എന്താണ് ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് കോഡ് മേക്ക് ചെയ്യുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും ഇവിടുത്തെ Δ1 എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ, അതായത് ടാൻജന്റും കോഡും ഉണ്ടാക്കുന്ന ആംഗിൾ Δ1 ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു എന്താണ്, ഓപ്പോസിറ്റ് സൈഡിലുള്ള കോഡ് അല്ലെ. ആ പോയിന്റിലേക്ക് വരുന്ന നെക്സ്റ്റ് കോഡാണ് T2A എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പൊ T2A ഹൊറിസോണ്ടൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്, Δ1. ഓക്കെ, അപ്പൊ ഈ ആംഗിളും ഇവിടുത്തെ ഡിഫ്ലക്ഷൻ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന എന്ത് ഡിഫ്ലക്ഷൻ ആംഗിൾ, ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ടാൻജന്റ് T1I എന്ന് പറയുന്ന ടാൻജന്റും T1B എന്ന് പറയുന്ന കോഡിനും ഇൻ ബിറ്റ്വീൻ വരുന്ന ആംഗിളാണ് അല്ലെ. ആ ആംഗിളിന് ഈക്വൽ ആയിരിക്കും എന്ത്, ബിയിലേക്ക് വരുന്ന കോഡ് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതായത് T2B മേക്ക് ചെയ്യുന്ന ആംഗിൾ. T2B ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് Δ2. ഓക്കെ, അപ്പൊ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഈ ഒരു പ്രിൻസിപ്പളിന്റെ ബേസിസിലാണ് ടു തിയോഡറൈറ്റ് മെത്തേഡ് വർക്ക് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്, രണ്ട് പോയിന്റില് എന്താണ് ആംഗിൾസ് എടുക്കുന്നുണ്ട്. T1ലും ആംഗിൾസ് എടുക്കുന്നുണ്ട്, T2ലും ആംഗിൾസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഫീൽഡ് പ്രൊസീജിയർ എന്ന് നോക്കാം. സെറ്റപ്പ് വൺ തിയോഡറൈറ്റ് അറ്റ് PC T1 ആൻഡ് അതർ അറ്റ് PT. ഓക്കെ, T1ൽ ഒരു തിയോഡറൈറ്റ് വെക്കുക, T2ൽ അടുത്ത തിയോഡറൈറ്റ് വെക്കുക. സെറ്റ് ദ വെർനിയർ A ഓഫ് ബോത്ത് ദ തിയോഡറൈറ്റ്സ് ടു 0. ഓക്കെ, ഇപ്പോ T1ലും T2ലും അല്ലെ, T1ലും T2ലും എന്താണ് തിയോഡറൈറ്റ് വെക്കുകയാണ്. അത് വെർനിയർ എല്ലാം സെറ്റ് ചെയ്യാണ്, 0ക്ക് സെറ്റ് ചെയ്യാണ്. ഓക്കെ, T1ൽ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുകയാണ്, I നോക്കുകയാണ്. T1ൽ നിന്ന് I നോക്കുകയാണ്, I സൈറ്റ് ചെയ്യാണ്. T1 to I സൈറ്റ് ചെയ്തിട്ട് 0 സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് Δ1 ആംഗിൾ മെഷർ ചെയ്യും. ഓക്കെ, അപ്പോൾ T2ൽ നിന്ന് എന്താ ചെയ്യുന്നത്, T2ൽ നിന്ന് നമ്മൾ ചെയ്യുന്നത് T2ൽ നിന്ന് T1ലേക്ക് നോക്കി 0 സെറ്റ് ചെയ്യുക, എന്നിട്ട് Δ1 ആംഗിൾ എടുക്കുകയാണ്. ഓക്കെ, T2ൽ നിന്ന് T1ലേക്ക് നോക്കി Δ ആംഗിൾ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഒരു ലൈൻ ഓഫ് സൈറ്റ് കിട്ടും. ഓക്കെ, ഓൾറെഡി T1ന് ഒരു ലൈൻ ഓഫ് സൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ലൈൻ ഓഫ് സൈറ്റും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും പോയിന്റ് A.
ഓക്കെ ഓക്കെ അപ്പോൾ T1Aയും T2Aയും നമുക്ക് കിട്ടി അല്ലേ. സെറ്റ് ആൻ ആംഗിൾ Δ1 ഇൻ ബോത്ത് ദ തിയോളൈസ് സോ ആസ് ടു ഡയറക്ട് ദ ലൈൻ ഓഫ് സൈറ്റ് ടുവേർഡ്സ് T1 ആൻഡ് T2A. ഓക്കെ അപ്പോൾ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബിയും എസ്റ്റാബ്ലിഷ് ചെയ്യാം. Δ2 ആയിരിക്കും അപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ T1ൽ നിന്ന് ഐയിൽ നിന്ന് Δ2 എടുക്കുന്നു, അതുപോലെ T2ൽ നിന്ന് ഈ ഡയറക്ഷനിൽ നിന്ന്, അതായത് T1 T2 എന്ന് പറയുന്ന ഡയറക്ഷനിൽ നിന്ന് Δ2 കൊടുക്കും. അപ്പോൾ ഒരു പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്നു, ലൈൻ ഓഫ് സെറ്റ്. ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ബി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ പോയിന്റ്സും ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതാണ് സെക്കൻഡ് മെത്തേഡ്, ടു തിയോളൈറ്റ് മെത്തേഡ്. ഓക്കെ ഇവിടെ യാതൊരു വിധത്തിലുള്ള ലീനിയർ മെഷർമെന്റ്സും എടുക്കുന്നില്ല. നെക്സ്റ്റ് മെത്തേഡ് എന്താണ്, അതിന് മുന്നേ രണ്ട് പോയിന്റ്സ് പറയുന്നുണ്ട്. ദിസ് മെത്തേഡ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ്. ഓക്കെ ഇതെന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. അതായത് രണ്ട് തിയോളൈറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ്, ആംഗിൾ മെഷർമെന്റ് എടുക്കുക. അത് മാത്രമല്ല രണ്ട് പോയിന്റ്സ്, അതായത് രണ്ട് ലൈൻ ഓഫ് സൈറ്റ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുന്നത് ആണ് ടൈം കൺസ്യൂമിങ് ആയിട്ട് വരുന്നത്. ഓക്കെ പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ഔട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ പിന്നെ വേറൊരു പോയിന്റ് വരുന്നത്, ആക്യുറസി കൂടാനുള്ള കാരണം, അതായത് ഓരോ പോയിന്റ്സും കണ്ടുപിടിക്കുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അല്ലെ. തൊട്ടുമുന്നേ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു പോയിന്റ് കണ്ടുപിടിച്ചു, അവിടെ നിന്നുള്ള കോഡ് ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത് അല്ലെ. ഇത് ഓരോ പോയിന്റും ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ എന്താണ്, അക്യുമുലേഷൻ ഓഫ് എറേഴ്സ് ഉണ്ടാകത്തില്ല അല്ലെ. എറേഴ്സ് ഇങ്ങനെ കൂടി കൂടി വരത്തില്ല. ഏതെങ്കിലും ഒരു പോയിന്റാണ് എറർ എങ്കിൽ അതിന് മാത്രമായിരിക്കും. ഓക്കെ അപ്പോൾ ഇതാണ് സെക്കൻഡ് മെത്തേഡ്. തേർഡ് മെത്തേഡ് ടാക്യോമെട്രിക് മെത്തേഡ്. ഓക്കെ ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ റാങ്കിൻസ് മെത്തേഡ് ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾസിന് സിമിലർ ആണ്. അതായത് ഇവിടെ എന്താണ്, ഇവിടെ തിയോളൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു തിയോളൈറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആംഗുലർ മെഷർമെന്റും എടുക്കുന്നുണ്ട്, ലീനിയർ മെഷർമെന്റ് എടുക്കുന്നുണ്ട്. പക്ഷെ ലീനിയർ മെഷർമെന്റ് എടുക്കുന്നില്ല, ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ടാക്യോമെട്രി യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് അല്ലെ, നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് നമ്മളവിടെ കണ്ടുപിടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തിയോളൈറ്റ് യൂസ് ചെയ്തിട്ട് ആംഗിളും കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതാണ് ടാക്യോമെട്രിക് മെത്തേഡിൽ വരുന്നത്. അപ്പോൾ തിയോളൈറ്റ് ഇവിടെ നമ്മളിവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, T1 എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് തിയോളൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, ആ തിയോളൈറ്റിനെ ടാക്യോമീറ്റർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ടാക്യോമീറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് തിയോളൈറ്റ് തന്നെയാണ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പോൾ T1ൽ തിയോളൈറ്റ് വയ്ക്കുന്നു, അത് ടാക്യോമീറ്റർ ആയിട്ട് യൂസ് ചെയ്തിട്ട് ഒബ്സർവേഷൻസ് എടുക്കുക. ഓക്കെ അതായത് ദിസ് ഈസ് എ ലെസ് ആക്യുറേറ്റ് മെത്തേഡ് ദാൻ റാങ്കിൻസ് മെത്തേഡ്. റാങ്കിൻസ് മെത്തേഡിനെ കമ്പയർ ചെയ്യാൻ നേരത്ത് ആക്യുറസി വളരെ കുറഞ്ഞൊരു മെത്തേഡാണ്. ഓക്കെ പക്ഷെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചെയിനിങ് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ചെയിനിങ് അല്ലെങ്കിൽ ടേപ്പ് യൂസ് ചെയ്ത് ഡിസ്റ്റൻസ് എടുക്കേണ്ട ആവശ്യം വരുന്നത്. അതായത് നമ്മൾ ടാക്യോമെട്രിക് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഓക്കെ ഇവിടെ എന്താണ് ചെയ്യുന്നത്, എ പോയിന്റ് ഓൺ ദ കർവ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫീഡിംഗ് ദ ഡിഫ്ലക്ഷൻ ആംഗിൾ ഇൻ ദ ടാക്യോമീറ്റർ and measuring the distance of a point on the curve by placing a staff on it. ഓക്കെ അതായത് ടാക്യോമെട്രിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു ആംഗിൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നു, എന്നിട്ട് ആ ടാക്യോമെട്രി പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ അപ്പോൾ ഡിസ്റ്റൻസും ആംഗിളും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ അപ്പോൾ Δ1 എന്ന് പറയുന്ന ആംഗിൾസ്, ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ T1 എന്ന് പറയുന്ന പോയിന്റിൽ തിയോളൈറ്റ് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആംഗിൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു, ടാക്യോമെട്രിയിൽ ആംഗിൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് ഡിസ്റ്റൻസും കണ്ടുപിടിക്കും. ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ്, ഒരു തരത്തിലുള്ള ലീനിയർ മെഷർമെന്റ്സും എടുക്കേണ്ട ആവശ്യമില്ല. T1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ പോയിന്റ്സും ലൊക്കേറ്റ് ചെയ്യാവുന്നു. ഓക്കെ ഡിസ്റ്റൻസും ആംഗിൾസ് മാത്രം കൺസിഡർ ചെയ്യും. ഓക്കെ അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് T1A അറിയാം, ആ T1A കണ്ടുപിടിക്കുന്നത് എന്താണ്, T1OA എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടാണ്. അതുപോലെ ഓരോ ട്രയാങ്കിൾസും കൺസിഡർ ചെയ്തിട്ടാണ് T1A, T1B, T1C എന്ന് പറയുന്ന ലെങ്സ് കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ അപ്പോൾ ഇതിൽ അവർ പറയുന്നുണ്ട് സ്റ്റാഫ് ഇന്റർസെപ്റ്റ്സ്. അപ്പോൾ നമുക്ക് വേണ്ട സ്റ്റാഫ് ഇന്റർസെപ്റ്റ്സ് ആണ് പറയുന്നത്, D is equal to 5/IS plus F plus D എന്ന് പറയുന്ന സ്റ്റാഫ് ഇന്റർസെപ്റ്റ്സ് പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കേസിലാണ്, ഇൻക്ലൈൻ കേസിലാണെങ്കിൽ തീറ്റ എന്ന് പറയുന്ന ഇൻക്ലിനേഷൻ വരുന്നുണ്ട്. ഓക്കെ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, ടാക്യോമെട്രിക് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ ടാക്യോമെട്രിക് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് തേർഡ് മെത്തേഡ് ആയിട്ടുള്ള ടാക്യോമെട്രിക് മെത്തേഡ് ചെയ്തിരിക്കുന്നത്. അതിൽ അതിലെ ഡിസ്റ്റൻസും ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുന്നത് തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ടാണ്. തിയോഡലൈറ്റ് യൂസ്ഡ് ആസ് എ ടാക്യോമെട്രി.
ഓക്കെ, അപ്പൊ ഇതാണ് 3 മെത്തേഡ്സ്. ഓക്കെ, ഈ 3 മെത്തേഡ്സും നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഇതിൽ ഓരോന്നിന്റെയും പ്രൊസീജിയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇക്വേഷൻസ് കൂടി നോക്കുക. ഓക്കെ.